രണ്ടാമത്തെ ചുരുക്കുകയാണ് എന്ന പേരിൽ നിസ്കാരത്തിന്റെ റുക്നുകളെ ബാധിക്കുന്ന രൂപത്തിൽ നിസ്കാരം പൂർത്തിയാക്കാത്ത രൂപത്തിൽ നിസ്കരിക്കുക. നിസ്കാരം ചുരുക്കുകയും ചുരുക്കാൻ കൽപ്പിക്കുകയും ചെയ്ത ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കി കൂടി കൊത്തുന്നത് പോലെ നിസ്കാരത്തെ മാറ്റി തീർക്കുന്നവരെ കുറിച്ച് ശക്തമായ ഭാഷയിൽ സംസാരിച്ചു. എന്നവരെ മനസ്സിലാക്കി കൊത്തിന്റെ ആളുകൾ എന്ന് കുറിച്ച് രൂക്ഷമായ രൂപത്തിൽ പറഞ്ഞത് കാണാം. ഖയ്യിമിന്റെ വാക്കുകൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകൾ ഒരിക്കലും നിസ്കാരത്തിന്റെ റുക്നുകളെ ബാധിക്കുന്നത് ശരിയായി നിസ്കരിക്കാതെ രൂപത്തിൽ ചുരുക്കലല്ല, പോലുള്ള കാര്യമല്ല പറഞ്ഞിട്ടുണ്ട്. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد. സഹോദരങ്ങളെ, സഹീഹ് മുസ്ലിമിൽ കിതാബ് സലാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരങ്ങളുടെ ദൈർഘ്യവും അതിലെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഇനി നമുക്ക് വായിക്കാനുള്ള ഒരു ഹദീസ് ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, അന്ന അഹ്ലൽ കൂഫത്തി ശകൗ സഅദൻ ഇലാ ഉമർ ബിൻ ഖത്താബ്. കൂഫക്കാരായ ആളുകൾ സഅദിനെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. സഅദ് ബിൻ അബി വഖാസ് ഉമറിൻ്റെ കാലത്ത് കൂഫയിലെ അമീറായിരുന്നു, അവിടെ ഭരണാധികാരിയായിരുന്നു. കൂഫക്കാർ സഅദ് ബിൻ അബി വഖാസ് എന്ന മഹാനായ സഹാബിയെക്കുറിച്ച് അന്യായമായ ചില പരാതികൾ പറഞ്ഞുണ്ടാക്കിയുണ്ടായി. അങ്ങനെ പരാതികൾ പറഞ്ഞ് സഅദിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് വരെ അവർ കുറ്റം പറയാൻ തുടങ്ങി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ശ്രേഷ്ഠനായ സഹാബിയാണ് സഅദ് ഇബ്ൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഫദക്കറു മിൻ സലാത്തിഹി, സഅദിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പോലും അവർ പലതും പറഞ്ഞു. ഫഅർസല ഇലൈഹി ഉമർ ഫഖദിമ അലൈഹി. ഉമർ, ഖലീഫയായ ഉമർ സഅദിനെ വിളിപ്പിച്ചു. സഅദ് ഉമറിൻ്റെ അരികിലേക്ക് വന്നു. ഫദക്കറ ലഹു മാ അബൂഹു ബിഹി മിൻ അംരി സ്വലാഹ്. അവർ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ കുറ്റവും സഅദിനോട് ഉമർ ചോദിച്ചു. ഫഖാൽ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ല ഉസല്ലി ബിഹിം സലാത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവരുമായി അവരെ അമൂമുകളാക്കി അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എങ്ങനെയാണോ അങ്ങനെയാണ്. ഹദീസിൻ്റെ തന്നെ മറ്റൊരു റിവായത്തിൽ സഅദ് ചോദിക്കുന്നത് കാണാം, തുഅല്ലിമുൽ അഅറാബു ബിസ്സലാഹ്. ഈ അറാബികൾ എന്നെ നിസ്കാരം പഠിപ്പിക്കുകയാണോ? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഈ അറാബികളായ ആളുകളാണോ എന്നെ നിസ്കാരം പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിസ്കാരം പഠിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി നിസ്കരിക്കുന്ന സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, മാ അഖ്രിമു അൻഹ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അതിൽ ഞാനൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഇന്നി ല അർകുദു ബിഹിം ഫിൽ ഊലയൈൻ വഅഹ്ദിഫു ഫിൽ ഉഖ്റയൈൻ. ഞാൻ ആദ്യത്തെ 2 റക്അത്തുകൾ ദീർഘിപ്പിച്ച് നിസ്കരിക്കും. വഅഹ്ദിഫു ഫിൽ ഉഖ്റയൈൻ. ശേഷമുള്ള 2 റക്അത്തുകൾ ഞാൻ ദൈർഘ്യം കുറച്ചും നിസ്കരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഇദാക ദന്നു ബിക അബാ ഇസ്ഹാഖ്. അബൂ ഇസ്ഹാഖ് സഅദ് ബിൻ അബി വഖാസിൻ്റെ കുനിയത്താണ്. സഅദിനോട് ഉമറിന് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു എന്നതിനുള്ള
സൂചനകളിൽ ഒന്നാണ് കുനിയത്ത് വെച്ചുള്ള ആ വിളി, ബഹുമാന സൂചകമായ വിളിയാണത്. നിങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ തന്നെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. അവരുടെ പരാതിയോ അവരുടെ വാക്കുകളോ എന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നാണ് ഉമർ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഹദീസ് ഇവിടെ ഇമാം മുസ്ലിം റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കി തരാനാണ്, ആ വിഷയം സൂചിപ്പിക്കാനാണ്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ ആദ്യത്തെ 2 റക്അത്തുകൾ ശേഷമുള്ള അവസാനമുള്ള 2 റക്അത്തുകളെക്കാൾ ദൈർഘ്യം വർദ്ധിപ്പിച്ചായിരുന്നു നിസ്കരിച്ചിരുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ റക്അത്തിന് കൂടുതൽ ദൈർഘ്യമുണ്ടായിരുന്നു, അത്രയില്ല രണ്ടാമത്തേത്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചിരുന്നത്. ഒന്നാമത്തെ ഇതിന് ദൈർഘ്യം കൂട്ടിയത് കൊണ്ടുള്ള പ്രയോജനമാണ് വൈകി വരുന്ന ആളുകൾക്ക് ജമാഅത്ത് ലഭിക്കും എന്നത്. വൈകി വരുന്ന ആളുകൾക്ക് ജമാഅത്ത് ലഭിക്കും. അതുപോലെ ഒന്നാമത്തെ റക്അത്തിൽ കൂടുതൽ നിസ്കാരത്തിൽ കടന്നു വന്ന ആദ്യത്തെ സമയത്തുമായതുകൊണ്ട് കൂടുതൽ ഉന്മേഷമുണ്ടാകും. രണ്ടാമത്തേതിൽ അത്ര ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ട് രണ്ടാമത്തേതിൽ ചുരുക്കും. ഇങ്ങനെ പല ഹിക്മത്തുകൾ അതിൻ്റെ പിന്നിലുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ഞാൻ ചെയ്ത കാര്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ നമുക്ക് പാഠമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം അങ്ങനെയായിരുന്നു എന്നതിൽ. സഅദിൻ്റെ ഈ സംഭവം ഇമാം ബുഖാരിയും മറ്റും അദ്ദേഹത്തിൻ്റെ സഹീഹിൽ വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. കൂഫക്കാരായ ആളുകൾ സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് അന്യായമായി ചില പരാതികൾ പറഞ്ഞുണ്ടാക്കി. മോശക്കാരായ ആളുകൾ അവരുടെ മോശം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല ആളുകളെയും അവരുടെ നല്ല കാര്യങ്ങളെയും അവർക്ക് മോശമായി തോന്നിയേക്കും. അത് നല്ലവരുടെ കുറ്റമല്ല, അത് നോക്കുന്നവരുടെ വിവരക്കേടും അവരുടെ വീക്ഷണത്തിൻ്റെ പ്രശ്നവുമാണ്. സഅദ് എന്ന മഹാനായ സഹാബിയെക്കുറിച്ച് സ്വർഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച, വളരെ ചെറിയ പ്രായത്തിൽ ഇസ്ലാം സ്വീകരിച്ച് അതിൻ്റെ പേരിൽ ഉമ്മയുടെ ഭാഗത്തു നിന്ന് വലിയ പരീക്ഷണങ്ങൾ നേരിട്ട ഈ സഹാബിയെക്കുറിച്ച് ആണ് മോശമായ പരാതികൾ ഉമറിന് എത്തിച്ചു കൊടുത്തത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വിളിച്ച് ചോദിച്ചു. സഹീഹ് ബുഖാരിയിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ആളെ പറഞ്ഞയച്ചു. അവർ സഅദിനെയും കൂട്ടി കൂഫയിലെ ഓരോ മസ്ജിദിലും ചെന്ന് ജനങ്ങളോട് ചോദിച്ചു, എന്തെങ്കിലും പരാതി സഅദിനെ കുറിച്ച് പറയാനുണ്ടോ? ആർക്കും ഒന്നും പറയാനില്ല. ഒരു മസ്ജിദിലും ആരും പരാതി പറഞ്ഞില്ല, എല്ലാവരും സഅദിനെ പുകഴ്ത്തുകയാണ്. ഒടുവിൽ ഒരു മസ്ജിദിലെത്തിയപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, സഅദ് അദ്ദേഹം യുദ്ധത്തിൽ സൈന്യത്തിൽ പുറപ്പെടാറില്ല, അദ്ദേഹം നീതി പാലിക്കാറില്ല, അദ്ദേഹം ജനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുമ്പോൾ അതിൽ നീതി പാലിക്കാറില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുവേ, ഈ മനുഷ്യൻ ആളുകളെ കാണിക്കാനോ ആളുകളെ കേൾപ്പിക്കാനും വേണ്ടി ആണ് എഴുന്നേറ്റ് നിന്നത് എങ്കിൽ, ഇവൻ കളവാണ് പറയുന്നത് എങ്കിൽ, അല്ലാഹുവേ ഫഅത്തിൽ ഉംറഹ വഅത്തിൽ ഫഖറഹ വഅർദുഹു ലിൽ ഫിതൻ. അല്ലാഹു ഇയാളുടെ ദാരിദ്ര്യം നീ വർദ്ധിപ്പിക്കണം, ഇയാൾക്ക് ആയുസ് നീട്ടിക്കൊടുത്ത് ഇവൻ്റെ ദാരിദ്ര്യം നീ വർദ്ധിപ്പിക്കണം. വഅർദുഹു ലിൽ ഫിതൻ, ഇവനെ നീ ഫിത്നകളിൽ പെടുത്തണമേ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ആ കോപത്തിൻ്റെ സന്ദർഭത്തിൽ ദുആ ചെയ്യുമ്പോൾ പോലും സഅദിൻ്റെ നീതി അവിടെ കാണാം. കാരണം അവിടെയും നിബന്ധന വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പറഞ്ഞത് കളവാണെങ്കിൽ, അന്യായമായിട്ടാണ് ആളുകളെ കാണിക്കാനാണ് ഇവൻ ചെയ്തതെങ്കിൽ, മാത്രമല്ല 3 ആരോപണങ്ങൾ ഉന്നയിച്ചതിന് 3 ദുആ ആണ് നടത്തിയത്. കോപത്തിൻ്റെ ദേഷ്യത്തിൻ്റെ സമയത്തിൽ പോലും ആ മഹാനായ സഹാബിയുടെ നീതി കാണാമെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സംഭവം സഹീഹ് ബുഖാരിയിൽ കാണാം. പിന്നീട് ഇയാൾക്ക് സഅദിൻ്റെ ദുആ ഏൽക്കുകയുണ്ടായി. കാരണം അതിക്രമമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. മദ്ലൂമിൻ്റെ മർദിതൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. മർദിതൻ കാഫിറാണെങ്കിൽ പോലും എന്ന് വരെ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർദിക്കപ്പെട്ടവൻ കാഫിറാണെങ്കിൽ കൂടി ആക്രമിക്കപ്പെട്ടവനാണോ അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. ഇതാകട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠനായ സഹാബിയാണ്. അയാളുടെ ആയുസ് നീണ്ട് ഒടുവിൽ പുരികങ്ങൾ കണ്ണിലേക്ക് വീഴുമാറ് അയാൾ വൃദ്ധനായി എന്ന്. ആയുസ് നീട്ടിക്കെട്ടുക എപ്പോഴും അനുഗ്രഹമാവുകയില്ല.
മറിച്ച് വല്ലാതെ പ്രയാസകരമായ വാർദ്ധക്യമായി പോകുന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ അഊദു ബിക മിൻ സൂഇൽ കിബർ. അള്ളാഹുവേ, വാർദ്ധക്യം എന്നത് അത് മോശമായ അവസ്ഥയിലെത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അതുകൊണ്ട് വയസ്സേറുക, ആയുസ് കുറേ വർദ്ധിക്കുക എന്നത് എപ്പോഴും നന്മയാവുകയില്ല. ആയുസ് വർദ്ധിക്കുന്നത് നന്മയാകും എപ്പോൾ അതിനനുസരിച്ച് അമൽ വർദ്ധിച്ചാൽ, നല്ല അമലുകൾ അതിനനുസരിച്ച് കൂടിപ്പോയാൽ. ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരുവൻ്റെ ആയുസ് വർദ്ധിച്ചു, അതുപോലെ അമൽ നന്നായി, അത് നല്ലതാണ്. ഇയാളുടെ ആയുസ് വർദ്ധിച്ചു, പുരികങ്ങൾ കണ്ണിലേക്ക് വീഴുമാർ, ദരിദ്രനായി, അതുപോലെ ഫിത്നകൾ, ഏത് കുഴപ്പങ്ങൾ നാട്ടിലുണ്ട് അതിലൊക്കെ ഇയാൾ ഉണ്ടാകും. പിൽക്കാലത്ത് ഇയാൾ ആളുകൾ കാണുകയുണ്ടായി, വഴിയിൽ അങ്ങേറ്റം വാർദ്ധക്യത്തിലെത്തി വഴിയിലൂടെ കടന്നു പോകുന്ന അടിമ സ്ത്രീകളെയും മറ്റുമൊക്കെ അവരെ തോണ്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മോശമായ അവസ്ഥയിൽ ഈ മനുഷ്യനെ ആളുകൾ കണ്ടു എന്ന് ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം. ഇതായിരുന്നു സഅദിനെ കുറിച്ചുള്ള അവരുടെ ആരോപണങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഈ പറഞ്ഞ ആരോപണങ്ങൾ സഅദിനെ കുറിച്ച് അവർ പറഞ്ഞ ആരോപണങ്ങൾ ശരിയായിരുന്നില്ല. പക്ഷെ ഉമർ എന്തു ചെയ്തു? സഅദിനെ കൂഫയിലെ ആ ഇമാറത്തിൽ നിന്ന് പിൻവലിച്ചു. എന്തുകൊണ്ടാണ് അത്? സഅദ് മോശക്കാരനായതുകൊണ്ടല്ല, മറിച്ച് ആളുകൾ ചിലപ്പോൾ അവരുടെ വിവരക്കേട് കൊണ്ട് സഅദിനെ എന്തെങ്കിലും ഉപദ്രവിച്ചേക്കാം എന്നത് പേടിച്ച് സഅദ് ബിൻ അബി വഖാസിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിൻവലിച്ചു. എന്നു മാത്രമല്ല, ഒടുവിൽ സുബ്ഹാനല്ലാഹ് ഉമർ വഫാത്തിൻ്റെ സമയത്ത് 6 പേർ ഉൾക്കൊള്ളുന്നൊരു ഷൂറയെ നിയമിച്ചിട്ടാണ് വഫാത്താകുന്നത്, അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. ഖലീഫ അവരിൽ ഒരാളായിരിക്കും. 6 പേർ, അതിൽ ഉസ്മാനും അലിയുമുണ്ട്, തൽഹയും സുബൈറും അബ്ദുറഹ്മാൻ ബിൻ ഔഫുമുണ്ട്, സഅദ് ബിൻ അബി വഖാസുമുണ്ട്. 6 പേർ: ഉസ്മാൻ, അലി, തൽഹ, സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്. എന്നിട്ട് ഈ 6 പേരെ നിശ്ചയിച്ചപ്പോൾ ഉമർ സഅദിനെ കുറിച്ചൊരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇൻ കാന സഅദ് ഫദാക്, സഅദിനെയാണ് നിങ്ങൾ എനിക്ക് ശേഷം ഖലീഫയായി നിശ്ചയിക്കുന്നതെങ്കിൽ ഫദാക്, സഅദ് തന്നെ. ഫഇന്നി ലം അഅസിൽഹു അൻ അജ്സിൻ വലാ ഖിയാന. ഞാൻ സഅദിനെ മുമ്പ് കൂഫയിലെ ഇമാറത്തിൽ നിന്ന് പിൻവലിച്ചത് അദ്ദേഹം കഴിവില്ലാത്ത ആളായതുകൊണ്ടോ അദ്ദേഹം എന്തെങ്കിലും വഞ്ചന കാണിച്ചത് കൊണ്ടോ അല്ല. അത് പ്രത്യേകം ഉമർ പറഞ്ഞു. എന്തുകൊണ്ടാണ്? നാളെ സഅദിനെ ഖലീഫയാക്കാൻ തീരുമാനം ഉരുത്തിരിഞ്ഞു വന്നാൽ ആരും പറയരുത്, പണ്ട് ഉമർ കൂഫയിൽ നിന്ന് പിൻവലിച്ച ആളല്ലേ, പിന്നെ എങ്ങനെ ഖലീഫയാക്കും എന്നാരും പറയാതിരിക്കാൻ ആ മഹാനായ സഹാബി ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം അക്കാര്യം പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഫഇന്നി ലം അഅസിൽഹു അൻ അജ്സിൻ വലാ ഖിയാന. കഴിവുകേട് കൊണ്ടോ ഖിയാനത്ത് കൊണ്ടോ അല്ല ഞാൻ സഅദിനെ പിൻവലിച്ചത്. എന്തുകൊണ്ട് ആ 2 കാര്യം പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഒരു പണിക്ക് ഒരാളെ പറ്റുകയില്ല ഈ 2 ദുസ്വഭാവങ്ങളിൽ ഒന്നൊരാൾക്കുണ്ടെങ്കിൽ. അജ്സ്, ഖിയാന. അജ്സ് എന്നാൽ കഴിവില്ലായ്മ, അതായത് ആ പണി എടുക്കാൻ അയാൾക്ക് അറിയില്ല. ആൾ വിശ്വസ്തനൊക്കെ തന്നെയാണ്, നല്ല ആളാണ് വിശ്വസ്തന, പക്ഷെ അയാൾക്ക് ആ പണി അറിയില്ല എങ്കിൽ ഒരാളെ പണി ഏൽപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തെ എന്താണ്? ഖിയാന, വഞ്ചന, ചതി. അത് ആൾ പണിയിൽ ആ പണി നന്നായി അറിയുന്ന അഗ്രഗണ്യനാണ്, പക്ഷെ ആളെ വിശ്വസിക്കാൻ കൊള്ളില്ല, പറ്റിക്കും. അങ്ങനെയാണെങ്കിലും ആ പണിക്ക് ഒരാളെ യോജിക്കില്ല. ഒരു പണിക്ക് ഒരാളെ നിയമിക്കും. ഈ 2 സ്വഭാവം ശ്രദ്ധിക്കുക. ഇതിൻ്റെ വിപരീതമാണ് എന്ത്? അൽ ഖുവ്വതു വൽ അമാന. അൽ ഖുവ്വതു വൽ അമാന, ഖുവ്വത്ത് അതായത് ആ പണി എടുക്കാനുള്ള ശക്തിയുണ്ട്, വൽ അമാന വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമിനെ ജോലിക്ക് നിയമിക്കാൻ മദീനയിലെത്തിയപ്പോൾ ആ ഷെയ്ഖിൻ്റെ മകൾ പറഞ്ഞതെന്ത്? യാ അബതി ഇസ്തഅജിർഹു, ഉപ്പ ഇദ്ദേഹത്തെ കൂലിക്കാരനായി നിയമിക്കൂ. ഇന്ന ഖൈറ മൻ ഇസ്തഅജർത അൽ ഖവിയുൽ അമീൻ. ഇന്ന ഖൈറ മൻ ഇസ്തഅജർത അൽ ഖവിയുൽ അമീൻ. താങ്കൾ ജോലിക്കായി ഏൽപ്പിക്കുന്നവരിൽ ഖൈറായ ആൾ ആരായിരിക്കും? അൽ ഖവിയു അൽ അമീൻ. അൽ ഖവി, ശക്തനായ ആൾ, അതായത് ഖുവ്വത്തുള്ള ആൾ. അമീൻ, വിശ്വസ്തനായ ആൾ. ഈ 2 സ്വഭാവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇക്കാര്യം പ്രത്യേകം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതായത്
സഅദ് ആണെങ്കിൽ സഅദ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇതുപോലത്തെ മനോഹരമായ സംസാരങ്ങൾ നമുക്ക് ധാരാളമായി ആ സഹാബിയിൽ നിന്ന് കാണാം. അദ്ദേഹം മുഹദ്ദസ് ആയിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഖൗമിനും മുഹദ്ദസുകളുണ്ട്. ഈ ഉമ്മത്തിലെ മുഹദ്ദസാണ് ഉമർ. മുഹദ്ദസ് എന്ന് പറഞ്ഞാൽ ഹക്ക് പറയാൻ, സത്യം പറയാൻ പ്രത്യേകം തൗഫീഖ് ലഭിച്ചയാൾ. സത്യം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ വെളിവാകും. അങ്ങനെ ഉള്ള സ്വഭാവമുള്ള ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന് മറ്റൊരു ഉദാഹരണമാണ്, അദ്ദേഹം ഈ കിടക്കുന്ന കുത്തേറ്റ് കഴിഞ്ഞ ആ സമയങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കാൻ പറഞ്ഞയച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബിയുടെ സാഹിബിൻ്റെയും കൂടെ തന്നെയും ഖബറടക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കറിൻ്റെയും അടുത്ത് തന്നെ ഖബറടക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിക്കാൻ പറഞ്ഞയച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ച ഇടമായിരുന്നു അത്. പക്ഷേ ഇല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും. കാരണം അവിടെ കുറേ ആളുകളെ ഖബറടക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സ്ഥലം തരുന്നതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും ഉത്തരവിടുകയാണ്. എന്ത്? ഞാൻ മരണപ്പെട്ടാൽ ഒന്നുകൂടി ആയിഷയോട് സമ്മതം ചോദിക്കണം, ഒന്നുകൂടി സമ്മതം, എന്നിട്ടേ അവിടെ ഖബറടക്കാവൂ. എന്തിനാണ്? കാരണം ആ കുത്തേറ്റ് കിടക്കുന്ന വൈകാരികമായ ഉമർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഹയാ കൊണ്ട് എങ്ങനെ അത് നിരസിക്കും എന്ന് വിചാരിച്ചിട്ട് സമ്മതിച്ചതാണെങ്കിലോ. അതുകൊണ്ട് മരണശേഷമാകട്ടെ അങ്ങനെ ഒരു ലജ്ജയുടെ ആവശ്യമില്ല. അപ്പോൾ മരണശേഷം അവർ ശരിയായ അഭിപ്രായം പറയുമല്ലോ. അതുകൊണ്ട് ഒന്നുകൂടി മരണശേഷം ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു വസിയത്ത് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് റളിയല്ലാഹു അൻഹും വഅർദാഹും. അവർ കഴിഞ്ഞുപോയ ഒരു ഉമ്മത്താണ്, ഒരു കൂട്ടനാണ്. അവരെ പോലെ ഒരു കൂട്ടർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല, അവർക്ക് മുമ്പുണ്ടായിട്ടില്ല. സഹാബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹും അവരെ പോലെയുള്ളവർ ഇനി ഉണ്ടാവുകയുമില്ല. എന്നാൽ ഉമർ വഫാത്തായി വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവർ പിന്നെയും അതേ കാര്യം തന്നെ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ രണ്ട് കൂട്ടുകാരെ ഖബറടക്കുകയുണ്ടായി. ജീവിതത്തിൽ അവരെങ്ങനെയാണോ അതുപോലെയാണ് അവർ ബർസഖിൽ ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിലും അവരതുപോലെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് സാഹിബുകൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ വഅർദാഹുമാ. നോക്കൂ നിങ്ങൾ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 2 റക്അത്തുകൾ ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നത്. ഇനി ളുഹർ നിസ്കാരത്തെക്കുറിച്ച് തന്നെ ഉള്ള മറ്റൊരു ഹദീസാണ് നമുക്ക് വായിക്കാനുള്ളത്. അൻ അബി സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ لقد كانت صلاة الظهر تقام فيذهب الذاهب إلى البقيع فيقضي حاجته ثم يتوضأ ثم يأتي ورسول الله صلى الله عليه وسلم في الركعة الأولى مما يطولها. ഹദീസ് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി ളുഹറിന് ഇമാമായി നിന്നാൽ ഒരാൾ ബഖീഇലേക്ക് പോയി എന്നിട്ട് തൻ്റെ ആവശ്യം നിറവേറ്റി വുദൂ ചെയ്ത് തിരിച്ചു വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റക്അത്തിനുണ്ടാകും മിമ്മാ യുതവ്വിലുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദീർഘിപ്പിച്ചത് കാരണത്താൽ. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില നിസ്കാരങ്ങളിലെ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു സഅയിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, صلى لنا النبي صلى الله عليه وسلم الصبح بمكة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരം ഞങ്ങളെയും കൊണ്ട് മക്കയിൽ വെച്ച് നിസ്കരിച്ചു. ഫസ്തഫ്തഹ സൂറത്തുൽ മുഅ്മിനീൻ പാരായണം ചെയ്യുകയുണ്ടായി. ഹത്താ ജാഅ ദിക്റു മൂസ വഹാറൂന അലൈഹിമസ്സലാം ഔ ദിക്റു ഈസ അഖദത് النبي صلى الله عليه وسلم سعله فركع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൊണ്ട് നിസ്കരിക്കുകയായിരുന്നു സുബ്ഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുഅ്മിനൂൻ പാരായണം ചെയ്തു. അതിലെ മൂസാ നബിയെയും ഹാറൂനെയും കുറിച്ചുള്ള കാര്യങ്ങളുള്ള ആയത്തുകൾ എത്തി. അഥവാ സൂറത്തുൽ മുഅ്മിനൂനിലെ 45-ാമത്തെ ആയത്താണ്.
ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين എന്ന് പറയുന്ന ആയത്ത്. മൂസാ നബിയെയും സഹോദരനായ ഹാറൂനെയും നാം നമ്മുടെ ആയത്തുകളും വ്യക്തമായ പ്രമാണവുമായി നിയോഗിച്ചു എന്ന് പറയുന്ന ആയത്ത്. ഔ അല്ലെങ്കിൽ ദിക്റു ഈസ, ഈസാ നബിയെ കുറിച്ച് പറയുന്ന ആയത്ത്. അഥവാ ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആൾക്ക് സംശയമാണ് ഏതാണ്, എവിടെ എത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ ഈസാ നബിയെ കുറിച്ച് പറയുന്ന ആയത്ത്, അത് 5 ആയത്ത് കഴിഞ്ഞിട്ട് 50-ാമത്തെ ആയത്താണ്. വജഅൽന ഇബ്ന മറിയമ വഉമ്മഹു ആയ വഅവൈനാഹുമാ ഇലാ റബ്വത്തിൻ ദാതി ഖറാരിൻ വമഈൻ എന്ന് പറയുന്ന ഈസാ നബിയെ കുറിച്ച് പറയുന്ന ആയത്ത് 50-ാമത്തെ ആയത്ത്. 5 ആയത്തുകളുടെ വ്യത്യാസം സ്വാഭാവികമാണ്. ഒരാൾക്ക് പിന്നീട് സംശയം തോന്നുക, എവിടെ എത്തി, എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് സംഭവിച്ചു. അഖദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅല, നബിക്കൊരു ചുമ പോലെ ബാധിച്ചു. ഫറക, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറാഅത്ത് നിർത്തി റുക്കൂഇലേക്ക് പോയി. റുക്കൂഇലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയുണ്ടായി. അപ്പോൾ നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഫജ്ർ നിസ്കാരത്തിൽ സൂറത്തുൽ മുഅ്മിനൂൻ പോലെയുള്ള സൂറത്തുകൾ ഓതിയിരുന്നു. ഇവിടെ എത്ര ആയത്തുകൾ എത്തി? 45 50 ആയത്തുകൾ എത്തി. അതുപോലുള്ള അത്രയും ദൈർഘ്യമുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നു, സുബ്ഹ് നിസ്കാരത്തിൽ ഓതിയിരുന്നു എന്നതിന് ഈ ഹദീസ് തെളിവാണ്. അതുപോലെ നോക്കൂ, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെത്രമാത്രം കൃത്യത, അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ എത്രമാത്രം കൃത്യത ഹദീസുകൾ വിവരിക്കുന്നതിൽ പാലിച്ചിരുന്നു. 45-ാമത്തെ ആയത്ത് എത്തിയപ്പോഴാണോ, അല്ല 50-ാമത്തെ ആയത്ത് എത്തിയപ്പോഴാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുമ വന്നത്? അതുപോലും അവർ സംശയമുണ്ടായപ്പോൾ അങ്ങനെ പറയുക, അതുപോലെ ഉദ്ധരിക്കുകയാണ്. ഇത്രയും കൃത്യതയും സൂക്ഷ്മതയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിക്കാൻ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ഈ ഹദീസിലെ മറ്റൊരു പാഠമാണ്, ഖറാഅത്തിൽ ഒരാൾക്ക് പാരായണത്തിനിടയിൽ ശബ്ദത്തിനോ മറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഓതുന്നയാൾക്കോ പിന്നിലുള്ളവർക്കോ ഒക്കെ പ്രയാസകരമാകുന്ന രൂപത്തിലായാൽ നല്ലതെന്താണ്? ഖറാഅത്ത് നിർത്തി റുക്കൂഇലേക്ക് പോവലാണ്. ഒരാൾക്ക് ഖറാഅത്തിൽ ഓതാൻ ബുദ്ധിമുട്ടായി, അങ്ങനെ ബുദ്ധിമുട്ടി ഓതിയാൽ ഓതുന്ന ആളും ബുദ്ധിമുട്ടും, അതുപോലെ പിന്നിലുള്ളവരും ബുദ്ധിമുട്ടും, അല്ലേ? ചില ഖറാഅത്തുകൾ ഓതുന്ന ആൾക്ക് മാത്രമല്ല പിന്നിലുള്ള ആൾക്കും പ്രയാസമാണ്. പ്രത്യേകിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അനുകരണം അതിലൊന്നാണ്. ഓരോരുത്തരും ഓതേണ്ടത് അവനവൻ്റെ ഖറാഅത്താണ്, അവനവൻ്റെ പാരായണം അവനവൻ ഓതിക്കൊള്ളുക. അതല്ലാതെ മറ്റുള്ള ഖാരികളെ, ഖറാഅത്തിൻ്റെ ആളുകളെ അനുകരിച്ച് അതുപോലെ ഓതാൻ നിന്നാൽ എന്ത് സംഭവിക്കും? ഓതുന്ന ആൾ ബുദ്ധിമുട്ടിലാവും, കേൾക്കുന്ന പിന്നിലുള്ളവരും ബുദ്ധിമുട്ടിലാവും, രണ്ടു കൂട്ടരും പ്രയാസത്തിലാവും. അങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് നിൽക്കാതെ, തക്കല്ലുഫില്ലാതെ, നാട്യങ്ങളില്ലാതെ അവനവന് സാധിക്കുന്നത് ചെയ്യാനാണ്, അതാണ് ഏറ്റവും നല്ലത്. വമാ അന മിനൽ മുതകല്ലിഫീൻ, നബിയോട് അള്ളാഹു പറയാൻ കൽപ്പിച്ചു ഖുർആൻ. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ തക്കല്ലുഫിൻ്റെ ആളല്ല. തക്കല്ലുഫ് എന്നാൽ അവനവന് സാധിക്കാത്തത് അഭിനയിക്കുകയോ അതിന് നടിക്കുകയോ ഒക്കെ ചെയ്യുക എന്നതാണത്. സഹാബത്തിൽ ചിലർ അവരുടെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് അവർ പറഞ്ഞു, ഇതിനേക്കാൾ വലുത് നിങ്ങൾക്ക് തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു വമാ അന മിനൽ മുതകല്ലിഫീൻ, സാധിക്കാത്തത് അവനവന് സാധിക്കാത്തതിൻ്റെ പിന്നാലെ പോവുക, അതിനുവേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് തന്നത്. എന്താ പറയുക, ഒരാൾ ആകെ ബുദ്ധിമുട്ടി പ്രയാസത്തിലായി അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ അതിഥികളെ സൽക്കരിക്കാനോ ശ്രമിച്ചാൽ അത് അയാൾക്ക് ദോഷകരമാവും. ശരിയാണ്, ഒരുവന് സാധിക്കുന്ന ഇഖ്റാം അതിഥിയോട് നടത്തണം, അത് ഇമാമിൻ്റെ ഭാഗമാണ്. മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫ, ആരാണോ അള്ളാഹു ഒരു വന്ധ്യദിനത്തിനും വിശ്വസിക്കുന്നത് അവൻ തൻ്റെ അതിഥി ആദരിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഒരാൾ വല്ലാതെ പ്രയാസത്തിലാകേണ്ടതില്ല, അവൻ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ദൈഫിനെ ഇക്റാം ചെയ്യുക, അതിഥിയെ ആദരിക്കുക. ചില സന്ദർഭത്തിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് അള്ളാഹുവിനോട് സഹായം തേടാൻ നമ്മൾ മറന്നുപോകും. നമ്മളാകെ മെനക്കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്തൊക്കെയോ ചെയ്തു കൂട്ടി ചിലപ്പോൾ ആകെ എല്ലാം കൂടി പൊളിഞ്ഞു പോകുന്ന കുളമായി പോകുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, അള്ളാഹുവിനോട് സഹായം തേട്. ഒരതിഥി വരികയാണ് വീട്ടിൽ, അള്ളാഹു അയാളെ നല്ല നിലക്ക് ഇക്റാം ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ, കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി തരണം.
സന്തോഷത്തിൽ ആ മനുഷ്യന് വന്നു പോകാൻ നീ തൗഫീഖ് ചെയ്യണേ. അള്ളാഹുവിനോട് സഹായം തേടും. അള്ളാഹു ചിലപ്പോൾ വലിയ ഖൈർ, നീ ഉദ്ദേശിക്കാത്ത സന്തോഷം വന്ന അതിഥിക്ക് മനസ്സിൽ കൊടുത്തേക്കാം. അയാൾ ഒരിക്കലും മറക്കാത്തൊരു ദിയാഫത്ത്, ആതിഥ്യം എന്നതുപോലെ അതായി തീർന്നേക്കാം. അതുപോലെ അള്ളാഹു നിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കിയേക്കാം. വബില്ലാഹി തൗഫീഖ്. നോക്കൂ, ഈ പാഠങ്ങൾ ഈ ഹദീസിൽ കാണാം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫജ്ർ നിസ്കാരത്തിലെ തന്നെ ഖിറാഅത്ത് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസാണ്. عن عمرو بن حريث رضي الله عنه أنه سمع النبي صلى الله عليه وسلم يقرأ في الفجر والليل إذا عسعس. عمرو بن حريث എന്ന സഹാബി പറയുകയാണ്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് കേട്ടു. വല്ലൈലി ഇദാ അസ്അസ്. ഏത് സൂറത്തിലാണ്? സൂറത്തു തക്വീർ. ഇപ്പോൾ സൂറത്തു തക്വീർ പോലെയുള്ള സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ ഓതിയിരുന്നു. അത് താരതമ്യേന ചെറിയ സൂറത്താണ് ആ സൂറത്ത്. ഇനി നോക്കൂ, ഫജ്റിൽ തന്നെ നബിയുടെ ഖിറാഅത്ത് സൂചിപ്പിക്കുന്നതാണ് അടുത്ത ഹദീസ്. عن قطبة بن مالك قال صليت وصلى بنا رسول الله صلى الله عليه وسلم فقرأ قاف والقرآن المجيد حتى قرأ والنخل باسقات قال فجعلت أرددها ولا أدري ما قال. ഫജ്ർ നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഖിറാഅത്ത് സൂചിപ്പിക്കുന്ന ഹദീസാണ്. ഖുത്ബത്ത് ബിൻ മാലിക് എന്ന സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സല്ലൈതു വസല്ല ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിസ്കരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഞങ്ങളുടെ ഇമാം. ഫഖറ, നബി ഓതി. എന്താണ് ഓതിയത്? ഖാഫ് വൽ ഖുർആനിൽ മജീദ്. സൂറത്തു ഖാഫ് ആണ് ഓതിയത്. ഖുർആനിലെ 50-ാമത്തെ സൂറത്തു ഖാഫ്. അങ്ങനെ ഹത്ത ഖറഅ വന്നഖ്ല ബാസിഖാത്തിൻ. വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നദീദ് എന്ന ആയത്ത് എത്തി. ഖാഫിലെ 10-ാമത്തെ ആയത്ത്, ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകളെ കുറിച്ച് പറയുന്ന ആയത്ത്. ഈ സഹാബി പറയുകയാണ്, ഫജഅൽതു ഉറദ്ദിദുഹാ. ഞാനതിങ്ങനെ ആവർത്തിച്ചു, ഞാൻ ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചു പോയി. വല അദ്രി മാ ഖാൽ. എത്രത്തോളം ശേഷമുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഓതിയത് എന്ന് എനിക്ക് ശ്രദ്ധ കിട്ടാത്തിടത്തോളം ഞാൻ ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ആയിപ്പോയി എന്ന് ഈ സഹാബി ഖുത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ ചിലപ്പോൾ ആളുകൾക്ക് സംഭവിച്ചേക്കും. ഒരായത്തിനെ കുറിച്ച് ചിന്തിച്ച്, ഒരു വാക്കിനെ കുറിച്ച് ചിന്തിച്ച് അടുത്തത് കേൾക്കാതെ പോവുക എന്ന അവസ്ഥ ഈ സഹാബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിൽ ഖാഫ് സൂറത്ത് ഓതി. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മുഫസ്സലുകൾ എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ആരംഭിക്കുന്നത് ഏത് സൂറത്ത് തൊട്ടാണ്? സൂറത്ത് ഖാഫ് തൊട്ടാണ്. അതിലെ ദൈർഘ്യമേറിയ സൂറത്തുകൾ ഖാഫ് പോലെ, അതിനുശേഷമുള്ള ദാരിയാത്ത് പോലെ, സൂറത്തു തൂർ പോലെയുള്ള സൂറത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിൽ കൂടുതലായി ഓതിയിരുന്നത്. അതിൽ തന്നെ ആ വലുതിൽ തന്നെ അത്ര വലുതല്ലാത്തത് ളുഹ്റിൽ ഓതും. അതുപോലെ അസ്റിനും ഇശാഇനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ പതിവ് എന്താണ്? മുഫസ്സലായ സൂറത്തുകളിലെ മധ്യത്തിലുള്ള സൂറത്തുകൾ, ഉദാഹരണത്തിന് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല പോലെയുള്ള സൂറത്ത്, ആ ദൈർഘ്യം. മഗ്രിബിലാകട്ടെ അതിൽ ഖിസാറുൽ മുഫസ്സൽ എന്നറിയപ്പെടുന്ന അവസാന ഭാഗത്തുള്ള സൂറത്തുകൾ. എന്നാൽ ഇതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകാറുണ്ട്. അതിൽ കുഴപ്പമില്ല. പൊതുവെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇമാമിനോട് നിസ്കാരം ചുരുക്കാനാണ്, ആളുകൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ. ഇനി നോക്കൂ, ഖുർആൻ ഈ മുഫസ്സലുകൾ എന്നിങ്ങനെയുള്ള ഖുർആനിനെ പല ഭാഗങ്ങളായി തിരിക്കുക എന്നത് മുൻഗാമികൾക്ക് മുതലുള്ള രീതിയാണത്. എന്തിനാണ്? അത് ഖിറാഅത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. ഉദാഹരണത്തിന്, ഒരാഴ്ചയിൽ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ വേണ്ടി അവരങ്ങനെ ഖുർആനിനെ പല ഭാഗങ്ങളായി തിരിച്ചിരുന്നു. അവിടെയാണ് മുഫസ്സലായ സൂറത്തുകൾ സൂറത്തു ഖാഫ് തൊട്ട് താഴെ വരെയുള്ള സൂറത്തുകളാണ് എന്ന് ആ വേർതിരിവ് മുഖേനയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. മുൻഗാമികൾ 7 ഭാഗങ്ങളായി തിരിച്ചതിൽ പല രൂപത്തിൽ
പല ഭാഗങ്ങളായി ഓരോരുത്തർ ഖിറാഅത്തിനനുസരിച്ച് തിരിക്കാറുണ്ട്. അതിൽ കുഴപ്പമില്ല. അതൊരാളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിനെന്തെങ്കിലും പ്രത്യേകത സങ്കല്പിച്ചിട്ടല്ല. അതിന് തർത്തീബ് എന്ന് മാത്രമാണ് പറയുക. തർത്തീബ് എന്ന് മാത്രമേ അതിന് പറയുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ തീരുമാനിക്കുക, ഞാൻ എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ ഓതും. അത് അയാളുടെ ഇബാദത്തുകൾ അയാൾ തർത്തീബ് ചെയ്യുന്നു എന്ന് മാത്രം, അതിനൊരു ക്രമം വെക്കുന്നു എന്ന് മാത്രം, അല്ലാതെ അതിനെന്തെങ്കിലും പ്രത്യേകത അയാൾ കൽപ്പിക്കുന്നില്ല. ഇതുപോലുള്ള തർത്തീബ് മാത്രമാണ്. നോക്കൂ, അങ്ങനെ പഴയ കാലത്തുള്ള ഒരു തർത്തീബാണ് 7 ഭാഗങ്ങളായി തിരിക്കുക എന്നത്. 7 ഭാഗങ്ങളായി തിരിക്കുക. ആദ്യത്തെ ഭാഗം സൂറത്തു ഫാത്തിഹ മാറ്റി നിർത്തിയാൽ 3 സൂറത്തുകളാണ്. സൂറത്തുൽ ഫാത്തിഹ മാറ്റി നിർത്തിയാൽ 3 സൂറത്തുകൾ. അൽ ബഖറ, അടുത്ത സൂറത്ത് ഏതാ? ആൽ ഇമ്രാൻ, പിന്നെ നിസാ, 3 സൂറത്തുകൾ. പിന്നെ ഉള്ളത് 5 സൂറത്തുകളാണ്. 5 സൂറത്തുകൾ. അഥവാ അടുത്ത സൂറത്ത് ഏതായിരിക്കും? നിസാ കഴിഞ്ഞാൽ മാഇദ. സൂറത്തു മാഇദ മുതൽ സൂറത്തു യൂനുസ് വരെ, സൂറത്തു മാഇദ മുതൽ സൂറത്തു യൂനുസ് വരെ 5 സൂറത്തുകൾ. പിന്നെ ഉള്ളത് 7 സൂറത്തുകളാണ്. പിന്നെ ഉള്ളത് 7 സൂറത്തുകളാണ്. അത് ബനു ഇസ്രായേൽ സൂറത്ത് അഥവാ സൂറത്തു അൽ ഇസ്രാ വരെയാണ്. ഇസ്രാ വരെ, യൂനുസ് തൊട്ട് ഇസ്രാ വരെ ആദ്യം 3 സൂറത്തുകൾ. ഫാത്തിഹ കഴിഞ്ഞാൽ ബഖറ, ആൽ ഇമ്രാൻ, നിസാ, 3 സൂറത്തുകൾ. പിന്നെ 5 സൂറത്തുകൾ. ഏത് തൊട്ട്? മാഇദ തൊട്ട്. പിന്നെ ഉള്ളത് യൂനുസിൽ നിന്നാണ് തുടങ്ങുക. യൂനുസിൽ നിന്നാണ് തുടങ്ങുക. 7 സൂറത്തുകൾ. യൂനുസിൽ നിന്ന് തുടങ്ങി 7 സൂറത്തുകൾ. പിന്നെ 9 സൂറത്തുകൾ. പിന്നെ 9 സൂറത്തുകൾ. അത് എവിടെ നിന്നാണ് തുടങ്ങുക? സൂറത്തുൽ ഇസ്രായിൽ നിന്നാണ് തുടങ്ങുക. സൂറത്തു ഷുഅറായിൽ അടുത്തത് തുടങ്ങും. ഷുഅറായിൽ അടുത്തത് തുടങ്ങും. എത്രയാണ് ഞാൻ പറഞ്ഞത്? ഇപ്പോൾ 7ആണോ 9ആണോ പറഞ്ഞത്? 9. അടുത്തത് 11 സൂറത്തുകളാണ്. അതെവിടെ നിന്ന് തുടങ്ങും? ഷുഅറാ തൊട്ട് തുടങ്ങും. പിന്നെ അതിന് ശേഷം സാഫാത്ത് തൊട്ട് തുടങ്ങും. സാഫാത്ത് തൊട്ട് തുടങ്ങും 13 സൂറത്തുകൾ. അത് സൂറത്ത് ഖാഫിൽ അവസാനിക്കും. ഈ 13 സൂറത്തുകൾ എവിടെ അവസാനിക്കും? ഖാഫിലാണ് അടുത്തത് തുടങ്ങുക. അതായത് ഖാഫിന് തൊട്ട് മുമ്പുള്ള ഹുജറാത്തിൽ അവസാനിക്കും. ഖാഫ് തൊട്ട് മുഫസ്സലായ സൂറത്തുകൾ. ഇങ്ങനെ 7 ഭാഗങ്ങൾ. ആദ്യം ഫാത്തിഹ ഒഴിച്ച് നിർത്തിയാൽ എത്ര സൂറത്തുകൾ? 3 സൂറത്തുകൾ. അൽ ബഖറ, ആൽ ഇമ്രാൻ, നിസാ. പിന്നെ 5 സൂറത്തുകൾ മാഇദയിൽ നിന്ന് തുടങ്ങും. മാഇദയിൽ നിന്നാണ് തുടങ്ങുക 5 സൂറത്തുകൾ. പിന്നെ 7 സൂറത്തുകൾ. അത് സൂറത്ത് യൂനുസിൽ നിന്നാണ് തുടങ്ങുക. പിന്നെ 9 സൂറത്തുകൾ. അത് ഇസ്രായിൽ നിന്നാണ് തുടങ്ങുക. പിന്നെ 11 സൂറത്തുകൾ. അത് ഷുഅറായിൽ നിന്നാണ് തുടങ്ങുക. പിന്നെ 13 സൂറത്തുകൾ. അത് സാഫാത്തിൽ നിന്നാണ് തുടങ്ങുക. അതെവിടെ അവസാനിക്കും? ഹുജറാത്തിൽ അവസാനിക്കും. ഖാഫ് തൊട്ട് ബാക്കി മുഫസ്സൽ 7ാമത്തെ ഭാഗം. ഇങ്ങനെ 7 ഭാഗങ്ങൾ. ഇങ്ങനെ 7 ഭാഗങ്ങൾ. അത് പഠിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ഫമി ബിഷൗഖ് എന്നൊരു വാക്ക് പഠിച്ചു വെച്ചാൽ മതി. ഫമി ബിഷൗഖ്. ഫമി എന്ന് പറഞ്ഞാൽ എൻ്റെ വായ അത് കൊതി കൂറുന്നു. ബിഷൗഖ് അതായത് ഖുർആൻ പാരായണം ചെയ്യാനുള്ള കൊതി. ഈ വാക്കിത് ഈ സൂറത്തുകൾ പഠിക്കാനുള്ളൊരു എളുപ്പം മാത്രം. ഖുർആനിലോ ഹദീസിലോ വന്ന പദമല്ല, മറിച്ച് ഇത് പഠിക്കാനുള്ളൊരു എളുപ്പം. ഫമി ബിഷൗഖ്. ഫ ഏതായിരിക്കും? ഫാത്തിഹ. മീം മാഇദ. യാ യൂനുസ്.
ബാ ബനു ഇസ്രായേൽ. കാരണം സൂറത്തുൽ ഇസ്രാ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ബനു ഇസ്രായേൽ സൂറത്ത് എന്നറിയപ്പെടുന്നു. കാരണം അതിലെ തുടക്കത്തിൽ തന്നെ ആരെക്കുറിച്ച് പറയുന്നുണ്ട്? ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഇസ്രാ സൂറത്തു ബനി ഇസ്രായേൽ എന്നറിയപ്പെടുന്ന സൂറത്താണ്. ബിഷൗഖ് ഷീൻ ഏത് സൂറത്താണ്? ഷുഅറ. വാവ് വസ്സാഫാത്ത് വസ്സാഫാത്തി സഫ. പിന്നെ ഖാഫ് ഏതാണ്? സൂറത്തു ഖാഫ്. ഇപ്പം ഫാത്തിഹ ഒഴിച്ചു നിർത്തിയാൽ 3 സൂറത്തുകൾ, പിന്നെ 5, പിന്നെ 7, പിന്നെ 9, 11, 13. അപ്പോഴേക്ക് എവിടെ എത്തും? ഹുജറാത്തിലെത്തും. പിന്നെ ഖാഫ് തൊട്ട് ഇങ്ങനെ ഓതിയാൽ ഒരാൾക്ക് ഒരാഴ്ച കൊണ്ട് ഖുർആൻ ഓതി പൂർത്തിയാക്കാൻ സാധിക്കും. ശരി, അടുത്ത ഹദീസ് ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫിൽ ഫജ്രി ഖാഫ് വൽ മജീദ് വകാനത് സലാത്തുഹു ബഅദു തഖ്ഫീഫൻ. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരത്തിൽ സൂറത്തു ഖാഫ് വൽ ഖുർആനിൽ മജീദ് ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. വകാനത് സലാത്തുഹു ബഅദു തഖ്ഫീഫൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം അതിനുശേഷം അത് തഖ്ഫീഫായിട്ടായിരുന്നു, ലഘുവായിട്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കുമ്പോൾ പൊതുവെ എളുപ്പമാക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഈ സഹാബി തന്നെ പറയുന്ന മറ്റൊരു വാക്ക് അടുത്ത റിവായത്തിൽ കാണാം, കാന യുഖഫിഫു സ്വലാ വലാ യുസല്ലി സ്വലാത ഹഉലാ. ഇത് ഐക്കൂട്ടർ നിസ്കരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞ 2 കൂട്ടരെ അതിൽ സാധ്യതയുണ്ട്. ഒന്ന് ദീർഘിപ്പിക്കുന്നവർ, വല്ലാതെ ദീർഘമേറ്റി ആളുകളെ മടുപ്പിക്കുന്നവർ. രണ്ടാമത്തത് ചുരുക്കുകയാണ് എന്ന പേരിൽ നിസ്കാരത്തിൻ്റെ റുക്നുകളെ ബാധിക്കുന്ന രൂപത്തിൽ, നിസ്കാരം പൂർത്തിയാക്കാത്ത രൂപത്തിൽ നിസ്കരിക്കുന്നവർ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ചുരുക്കാൻ കൽപ്പിക്കുകയും ചെയ്ത ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കി കോഴി കൊത്തുന്നത് പോലെ നിസ്കാരത്തെ മാറ്റി തീർക്കുന്നവരെ കുറിച്ച് ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. സാദുൽ മആദിൽ നഖാറൂൻ എന്നവരെ വിളിച്ചത് കാണാം, ഈ കൊത്തിൻ്റെ ആളുകൾ എന്ന് വിളിച്ച് രൂക്ഷമായ രൂപത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ പറഞ്ഞത് കാണാം. ഇബ്നുൽ ഖയ്യിമിൻ്റെ വാക്കുകൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളെ ഒരിക്കലും നിസ്കാരത്തിൻ്റെ റുക്നുകളെ ബാധിക്കുന്ന രൂപത്തിൽ, ശരിയായി നിസ്കരിക്കാത്ത രൂപത്തിൽ ചുരുക്കലല്ല, സുജൂദിൽ പോയതുപോലെ എണീറ്റ് വരിക പോലുള്ള കാര്യമല്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇനി നോക്കൂ, ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫി الظുഹ്രി ബില്ലൈലി ഇദാ യഗ്ശാ വഫി العصر നഹ്വ ذلك വഫി الصبح അത്വല മിൻ ذلك. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ്റിൽ വല്ലൈലി ഇദാ യഗ്ശാ ഓതാറുണ്ട്, അസ്റിൽ അതുപോലുള്ളത് ഓതാറുണ്ട്, സുബ്ഹിൽ അതിനേക്കാൾ ദൈർഘ്യമുള്ളത് ഓതാറുണ്ട്. നോക്കൂ, 30 ആയത്തുകളുടെ ദൈർഘ്യമുള്ള, സജ്ദ പോലെ ദൈർഘ്യമുള്ള സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഓതാറുണ്ട്? ളുഹറിൽ ഓതാറുണ്ട്. അതുപോലെ നോക്കൂ, വല്ലൈലി ഇദാ യഗ്ശാ ചെറിയ സൂറത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിൽ ഓതാറുണ്ട്. അതുപോലുള്ളത് തന്നെ അസ്റിൽ ഓതാറുണ്ട്. ഫജ്റിലാകട്ടെ അതിനേക്കാൾ അല്പം ദീർഘിപ്പിക്കും. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, കാന യഖറഉ ഫി الظുഹ്രി ബിസബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ ഫി الصبح ബിഅത്വല മിൻ ذلك. ദുഹ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ ഓതാറുണ്ട്, സുബ്ഹിൽ അതിനേക്കാൾ ദൈർഘ്യമുള്ളത്. ഇനി നോക്കൂ, അബൂ ബർസ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അടുത്തത്. നദ്റത്ത് ഇബ്നു ഉബൈദ് എന്നാണ് ഈ സഹാബിയുടെ പേര്. അബൂ ബർസ എന്ന പേരിൽ പ്രസിദ്ധനാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫീ സ്വലാത്തിൽ ഗദാത്തി മിന 60 ഇല 100. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ 60 മുതൽ 100 വരെ ആയത്തുകൾ ഓതാറുണ്ട്. ഫജ്ർ നിസ്കാരത്തിൽ 60 മുതൽ 100 വരെ ആയത്തുകൾ ഓതാറുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ രീതികളായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഒന്ന് ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കും. കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ നിസ്കാരം ചുരുക്കും. അതുപോലെ അവിടുന്ന്
അവിടുന്ന് പൊതുവെ അവസാന കാലത്ത് നിസ്കാരം ചുരുക്കുകയായിരുന്നു പതിവ്. പ്രത്യേകിച്ച് ആളുകൾ വർദ്ധിച്ചപ്പോൾ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ ഈമാനിൽ ഉറച്ചു നിന്ന് പല ആളുകളെക്കാളും അത്രയൊന്നും ഈമാൻ ഉറപ്പില്ലാത്ത പലരും പിൽക്കാലത്ത് വന്നേക്കാം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന കാലത്ത് മഗ്രിബ് നിസ്കാരത്തിൽ ഓതിയ ഒരു സൂറത്ത് വിവരിക്കുന്ന ഹദീസാണ് അടുത്തത്. عن ابن عباس رضي الله عنه قال إن أم الفضل بنت الحارث سمعته وهو يقرأ والمرسلات عرفا فقالت يا بني لقد ذكرتني بقراءتك هذه السورة إنها لآخر ما سمعت رسول الله صلى الله عليه وسلم يقرأ بها في المغرب. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ഉമ്മൽ ഫദ്ൽ ബിൻതുൽ ഹാരിസ്, ഉമ്മുൽ ഫദ്ൽ ബിൻതുൽ ഹാരിസ് അവർ യഥാർത്ഥത്തിൽ ഇബ്നു അബ്ബാസിൻ്റെ ഉമ്മ തന്നെയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ഉമ്മയാണ് ഉമ്മുൽ ഫദ്ൽ. അവരുടെ പേര് ലുബാബ എന്നായിരുന്നു, ലുബാബ ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ. അവർ മകനായ ഇബ്നു അബ്ബാസ് ഓതുന്നത് കേട്ടു. ഏത് സൂറത്ത്? വൽ മുർസലാത്തി ഉർഫ. ഫഖാലത്ത്, അപ്പോൾ ഉമ്മുൽ ഫദ്ൽ പറഞ്ഞു, യാ ബുനൈ, മോനെ, ലഖദ് ദക്കർതനി ബിഖറാഅതിക ഹാദിഹി സൂറ, നീ ഈ സൂറത്ത് ഓതിയപ്പോൾ ഞാൻ ഓർത്തുപോയി, നിന്റെ ഈ പാരായണം എന്നെ ഓർമ്മപ്പെടുത്തി. ഇന്നഹാ ലആഖിറു മാ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ബിഹാ ഫിൽ മഗ്രിബ്. മഗ്രിബ് നിസ്കാരത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഓതിയ സൂറത്ത് ഇതായിരുന്നു. അവർ പറഞ്ഞു, സുമ്മ മാ സല്ല ബഅദ് ഹത്താ ഖബദഹു അല്ലാഹു അസ്സ വജൽ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല, അഥവാ ആളുകളെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല. മറ്റു ചില ഹദീസുകളിൽ അത് മസ്ജിദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ സാധിക്കാതെ വന്നപ്പോൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയും വീട്ടിൽ നബിയുടെ പിന്നിൽ സ്ത്രീകളും മറ്റും മഅ്മൂമുകളായി നിൽക്കുകയും ചെയ്ത സന്ദർഭമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൊണ്ട് അവസാനം നിസ്കരിച്ചത് മഗ്രിബ് നിസ്കാരത്തിലായിരുന്നു എന്ന് ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ പറയുകയാണ്. മകനായ ഇബ്നു അബ്ബാസ് അത് പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ, ആ സൂറത്ത് വൽ മുർസലാത്തി ഉർഫ എന്നത് പാരായണം ചെയ്തത് കേട്ടപ്പോൾ ആ സഹാബി വനിതക്ക് അത് ഓർമ്മ വരികയുണ്ടായി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം. മഗ്രിബ് നിസ്കാരത്തിൽ തന്നെ നബിയുടെ മറ്റൊരു ഖറാഅത്ത് സൂചിപ്പിക്കുന്ന ഹദീസാണ് അടുത്തത്. ജുബൈർ ഇബ്നു മുത്ഇം അദ്ദേഹം പറയുകയാണ്, ജുബൈർ ഇബ്നു മുത്ഇം അദ്ദേഹം മുശ്രിക്കായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് മദീനയിലേക്ക് ബദറിലെ ബന്ദികളുടെ കാര്യം സംസാരിക്കാൻ വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം കേൾക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ബിത്തൂരി ഫിൽ മഗ്രിബ്. സൂറത്തു തൂർ, വത്തൂർ കിതാബിൻ മസ്തൂർ എന്ന സൂറത്ത് മഗ്രിബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ നോക്കൂ, മഗ്രിബിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലുള്ള സൂറത്തുകളും ഓതിയിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ ഈ സഹാബി പറയുന്നത് കാണാം, അവിടെ നബി ഈ ആയത്തുകൾ എത്തി, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇ, അതല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ പടക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? അം ഖലഖുസ് സമാവാതി വൽ അർദ്, അതല്ല അവനാണോ ആകാശഭൂമികൾ സൃഷ്ടിച്ചത്? ബൽ ലാ യൂഖിനൂൻ, അല്ല അവർ ഉറച്ചു വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയും, ഇത് കേട്ടപ്പോൾ കാദ ഖൽബി അൻ യതീർ, എൻ്റെ ഹൃദയം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് പാറിപ്പോകുമെന്നായിപ്പോയി. നോക്കൂ നിങ്ങൾ, കാഫറായിരിക്കുകയാണ് ഈ പാരായണം അദ്ദേഹം കേൾക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അത് ഈ രൂപത്തിൽ ബാധിക്കുന്നതും. പിന്നീട് അദ്ദേഹം മുസ്ലിം ആവുകയുണ്ടായി, ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു. ഇത് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശായിൽ യാത്രക്കിടയിൽ പാരായണം ചെയ്ത ഒരു സൂറത്ത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു കാന ഫി സഫർ, അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു. ഫസല്ലൽ ഇശാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലായിരുന്നു. ഫസല്ലൽ ഇശാ അൽ ആഖിറ, ഇശാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഫഖറഅ ഫി ഇഹ്ദ റകഅതൈൻ വത്തീൻ വസ്സൈതൂൻ, ഒരു റകഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത ഏത് സൂറത്താണ്? വത്തീൻ വസ്സൈതൂൻ. വളരെ ചെറിയ സൂറത്ത് മാത്രമല്ല, അത് ഇശാ ആണ്. ഇശാ പൊതുവെ ദീർഘിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ട നിസ്കാരമല്ല, കൂടാതെ ഇത് യാത്രയുമാണ്. ഇതെല്ലാം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി
വത്തീൻ വസ്സൈത്തൂൻ പോലുള്ള സൂറത്ത് ഓതിയിട്ടാണ് ഈ നിസ്കാരം നിർവഹിച്ചത്. എന്നിട്ട് ഈ സഹാബി പറയുകയാണ്, ഫമാ സമിഅ്തു അഹദൻ അഹ്സന സൗതൻ മിൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല ശബ്ദമുള്ള, മനോഹരമായ ശബ്ദമുള്ള ഒരാളെയും ഞാൻ കേട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം ഭംഗിയുള്ള ശബ്ദമായിരുന്നു. നബിയെ കാണാൻ വലിയ ഭംഗിയുണ്ടായിരുന്നു. ഇവിടുത്തെ വാക്കുകളേറെ ഭംഗിയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അതിമനോഹരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിരക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹാരിതകൾ നബിയിൽ സമ്മേളിച്ചിരുന്നു. ചില സഹാബിമാർ പറഞ്ഞതുപോലെ, ഒരു പട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈ പോലെ മൃദുലമായ ഒരു പട്ടും ഞാൻ സ്പർശിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ സുഗന്ധം, ഒരു കസ്തൂരിയും നബിയുടെ സുഗന്ധം പോലെയുള്ള ഒരു സുഗന്ധവും ഞാൻ വാസനിച്ചിട്ടില്ല. സഹാബത്ത് പറയുന്നത് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗിയുള്ളവരായിരുന്നു. സ്വല്ലല്ലാഹു വസ്സലാമുഹു വബറകാതുഹു അലൈഹി. ഇനി നോക്കൂ, അടുത്ത ഹദീസ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു സംഭവം വിവരിക്കുന്ന ഹദീസാണ്. നിങ്ങൾ പലരും ഈ ഹദീസ് കേട്ടിട്ടുണ്ടാകും. ആ ഹദീസാണ് നമുക്കിത് വായിക്കാനുള്ളത്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, قال كان معاذ يصلي مع النبي صلى الله عليه وسلم. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുആദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കും. ثم يأتي فيؤم قومه, പിന്നെ തൻ്റെ ആളുകളുടെ, തൻ്റെ ഖൗമിൻ്റെ, അവർ താമസിക്കുന്നിടത്ത് ചെന്ന് അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കും. ഇശാ നിസ്കാരത്തിൻ്റെ കാര്യം ഇവിടെ പറയുകയാണ്. ഫസല്ലാ ലൈലത്തൻ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇശാ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുആദ് ഇശാ നിസ്കരിച്ചു. ثم أتى قومه فأمهم, എന്നിട്ട് തൻ്റെ ഖൗമിൻ്റെ അരികിലേക്ക് ചെന്ന് അവർക്ക് ഇമാമായി നിന്നു. ഫഫ്തതഹ ബിസൂറത്തിൽ ബഖറ, ഏത് സൂറത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ തുടങ്ങി. ഫൻഹറഫ റജുലുൻ ഫസല്ലം, അപ്പോൾ മഅ്മൂമുകളിൽ ഉണ്ടായിരുന്ന ഒരാൾ സലാം വീട്ടി പിരിഞ്ഞു കളഞ്ഞു. ثم صلى وحده وانصرف, ഒറ്റക്ക് പോയി നിസ്കരിച്ച് നിസ്കാരം പൂർത്തിയാക്കി കളഞ്ഞു. ഫഖാലു ലഹു, ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അനാഫഖ്ത, നീ എന്താ മുനാഫിഖായി പോയോ എന്ന് ചോദിച്ചു. യാ ഫുലാൻ അനാഫഖ്ത യാ ഫുലാൻ, ഖാല ലാ വല്ലാഹ്, അദ്ദേഹം പറഞ്ഞു ഇല്ല, അള്ളാഹുവാണ്. വല ആതിയന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഉഖ്ബിറന്ന, ഞാനിത് പോയി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അദ്ദേഹം ചെന്നു. ഫഅതാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, എന്നിട്ട് നബിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന അസ്ഹാബു നവാദിഹ് നഅമലു ബിന്നഹാർ, ഞങ്ങൾ കൃഷിയും മറ്റുമുള്ളവരാണ്, വെള്ളം നനക്കലും മറ്റുമുള്ള അങ്ങനെയുള്ള ഒട്ടകങ്ങളുള്ള കൃഷിയുള്ള ആളുകളാണ്, പകൽ പണിയെടുക്കുന്നവരാണ്. വഇന്ന മുആദൻ സല്ലല്ലാ മഅകൽ ഇശാ, മുആദ് നബിയെ അങ്ങയുടെ കൂടെ ഇശാ നിസ്കരിച്ചു. സുമ്മ അത, എന്നിട്ട് ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഫഫ്തതഹ ബിസൂറത്തിൽ ബഖറ, എന്നിട്ട് സൂറത്തുൽ ബഖറ ഓതി പാരായണം ചെയ്യാൻ നിസ്കരിക്കാൻ തുടങ്ങി. ചില റിവായത്തുകൾ കാണാം, ഇദ്ദേഹം പറഞ്ഞു, നബിയെ, മുആദ് ഇന്നലെ താങ്കളുടെ കൂടെ, താങ്കൾ വൈകിട്ടാണ് ഇശാ നിസ്കരിച്ചത്, വൈകിട്ട്, എന്നിട്ട് ഇശാ നിസ്കരിച്ച് ഞങ്ങൾക്ക് വന്ന് ഇമാമ നിന്നു, എന്നിട്ട് ഈ ദൈർഘ്യമേറിയ സൂറത്ത് ഓതി. ഫഅഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുആദ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് നേരെ തിരിഞ്ഞു പറഞ്ഞു. ഫഖാല യാ മുആദ്, ഓ മുആദ്, അഫത്താനുൻ അൻത, അഫത്താനുൻ അൻത, 3 തവണ ചോദിച്ചു എന്നാണ്. മുആദ്, നീ ഒരു ഫിത്ന ഉണ്ടാക്കുന്ന, ആളുകളെ കുഴപ്പത്തിലാക്കുന്ന ആളാണോ? ആളുകൾ കുഴപ്പത്തിലാക്കുന്ന ആളാണോ? 3 തവണ മുആദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഖ്റ ബികദ വഖ്റ ബികദ, ഇന്ന സൂറത്തുകൾ നീ ഓത്. ഏത് സൂറത്തുകളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്? അടുത്ത റിവായത്തിൽ കാണാം, ഇഖ്റ വശംസി വദ്ഹാഹ, ശംസി വദ്ഹാഹ ഓത്, വദ്ദുഹ ഓത്, വല്ലൈലി ഇദാ യഗ്ശ, വസബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല. വേറെ ചില റിവായത്തുകൾ കാണാം, വഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഈ സൂറത്തുകൾ ഓതുക എന്ന് മുആദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. വളരെ വലിയ പാഠങ്ങളുള്ള ഹദീസുകളിൽ ഒന്നാണിത്. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഇശാ നിസ്കരിക്കും. എന്നിട്ട് ആളുകളുടെ അരികിൽ ചെന്ന് മുആദ് എന്ത് ചെയ്യും? ആളുകൾക്ക് ഇമാമായി നിസ്കരിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലാണ് മുആദ് ഫർദ് നിസ്കരിക്കുന്നത്. അതിനുശേഷം മുആദ് എന്ത് ചെയ്യുകയാണ്? ആളുകൾക്ക് ഇമാമായി അതേ നിസ്കാരം നിസ്കരിക്കുകയാണ്.
അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരാൾ ഒരു നിസ്കാരം തന്നെ 2 തവണ നിസ്കരിക്കുകയാണ്. മുആദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ചത് യഥാർത്ഥത്തിൽ ഫർദായിരുന്നു. അതിനുശേഷം ആളുകൾക്ക് ഇമാമായി നിന്ന് മുആദ് നിസ്കരിച്ചത് സുന്നത്താണ്. അങ്ങനെ നിർവഹിക്കാം. അങ്ങനെ നിർവഹിക്കുന്നതിൽ തെറ്റില്ല. ഒരാൾ ഫർദായ നിസ്കാരം നിർവഹിച്ചു, എന്നിട്ട് ആ നിസ്കാരം ഉദാഹരണത്തിന് യാത്രയിലോ മറ്റോ ആയി, എന്നിട്ടൊരു നിസ്കാരം നിർവഹിച്ചു. പക്ഷേ നാട്ടിലേക്ക് ജമാഅത്തിന് സമയത്ത് തന്നെ തിരിച്ചെത്തിയെന്ന് സങ്കല്പിക്കുക. മസ്ജിദിൽ ജമാഅത്ത് നടക്കുകയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ജമാഅത്തിൽ പങ്കെടുക്കാം. സുന്നത്താണ്. അപ്പോൾ രണ്ടാമത് ആ നിസ്കാരം സുന്നത്ത് എന്ന നിലക്കാണ് നിസ്കരിക്കേണ്ടത്. അതുപോലെ ഈ ഹദീസിലെ മറ്റൊരു പാഠമാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഫർദ് നിസ്കരിച്ചു. പിന്നെ ജനങ്ങൾക്ക് ഇമാമായി നിന്ന് മുആദ് സുന്നത്താണ് നിസ്കരിക്കുന്നത്. പക്ഷേ മുആദിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്, പിന്നെയുള്ളവർക്കോ ഫർദാണ്. അതുകൊണ്ട് ആ ഹദീസിൽ തെളിവുണ്ട്. ഇമാം നിസ്കരിക്കുന്ന നിസ്കാരം വേറെയാണ്, മഅ്മൂമിൻ്റെ വേറെയാണ്, കുഴപ്പമില്ല. ഇപ്പോൾ മഗ്രിബ് നിസ്കരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒരാൾ അസർ നിസ്കരിക്കുകയാണ്. ളുഹർ നിസ്കരിക്കുന്ന ഒരാൾക്ക് അസർ നിസ്കരിക്കുന്ന ആളെ ഇമാമാക്കാം, നേരെ തിരിച്ചാവാം. അതുപോലെ ഫർദ് നിസ്കരിക്കുന്ന ആളെ സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് ഇമാമാക്കാം, സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ ഫർദ് നിസ്കരിക്കുന്ന ആൾക്ക് ഇമാമാക്കാം, ഒരു കുഴപ്പമില്ല. റമദാനിൽ കാണാം ചിലപ്പോൾ ആളുകൾ വൈകി വരും, ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവുകയില്ല, ഇമാം തറാവീഹ് നിസ്കരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യാം? ഇമാമിൻ്റെ പിന്നിൽ നിന്ന് എന്ത് നിസ്കരിക്കാം? ഇശാ നിസ്കരിക്കാം, യാതൊരു കുഴപ്പവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഖൈഫിൽ വെച്ച്, മക്കയിൽ വെച്ച് ഫജ്ർ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി കാണുകയാണ് 2 ആളുകൾ നിസ്കരിക്കാതെ അവിടെ മാറി നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ മനഅകുമാ അൻ തുസല്ലിയ മഅനാ, എന്താ ഞങ്ങളുടെ കൂടെ നിസ്കരിക്കാതിരുന്നത്? ഫഖാല, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ കുന്നാ ഖദ് സല്ലൈനാ ഫി റിഹാലിനാ, ഹജ്ജിനിടയിലായിരുന്നു എന്നാണ്, ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിച്ചു വന്നപ്പോൾ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കണം, അവർ നിസ്കരിക്കാതെ അവിടെ മാറിയിരുന്നു 2 പേർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫഅല, അങ്ങനെ ചെയ്യരുത്. ഇദാ സല്ലൈതുമാ ഫി റിഹാലികുമാ, നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലത്ത് നിസ്കരിച്ചു, സുമ്മ അതൈതുമാ മസ്ജിദ ജമാഅത്തിൻ, എന്നിട്ട് ജമാഅത്ത് നടക്കുന്ന ഒരു മസ്ജിദിൽ നിങ്ങൾ വന്നാൽ, ഫസല്ലിയാ മഅഹും, അവരുടെ കൂടെ നിങ്ങൾ നിസ്കരിക്കുക, ഫഇന്നഹാ ലകുമാ നാഫില, അത് നിങ്ങൾക്ക് എന്തായിത്തീരും? സുന്നത്തായിത്തീരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമല്ല, മറിച്ച് സുന്നത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഒരാൾക്ക് ആവർത്തിക്കുന്നത് കൊണ്ട്, അങ്ങനെ ആവർത്തിക്കേണ്ട സന്ദർഭം വന്നാൽ ആവർത്തിച്ചാൽ തെറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ യാത്രയിലായിരുന്നു, യാത്രയിൽ വെച്ച് അയാൾ ജംഅ ചെയ്തിട്ടുണ്ട്, പക്ഷേ ജമാഅത്തായി മസ്ജിദിൽ നിസ്കാരം നടക്കുന്നതിന് മുമ്പ് നാട്ടിലെത്തി. രണ്ടാമതും അയാൾക്ക് ആ നിസ്കാരം നിർവഹിക്കുക നിർബന്ധമാണോ? അല്ല, നിർബന്ധമല്ല. പക്ഷെ നിസ്കരിച്ചാൽ അത് പുണ്യകരമാണ്. ചില സന്ദർഭങ്ങളിൽ മസ്ജിദിലേക്ക് പോകലാകും നല്ലത്. എപ്പോൾ? ചിലപ്പോൾ ആളുകൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ. മൂപ്പരെ നമുക്ക് വീട്ടിൽ മസ്ജിദിൽ നിസ്കാരം നടക്കുമ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് എന്ന് ചിലപ്പോൾ ആളുകൾ പറയുകയോ അങ്ങനെ വല്ല തുഹ്മത്തോ മറ്റോ നേരിടാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് എന്താണ്? മസ്ജിദിലേക്ക് വന്ന് നിസ്കരിക്കണം. അയാളെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണ്. അതുപോലെ ഈ ഹദീസിലെ പാഠമാണ്, ഇമാം നിസ്കരിക്കുന്നത് വേറെയാണ്, മഅ്മൂം വേറെയാണ്. ഇമാം ഫർദാണ്, മഅ്മൂം സുന്നത്താണ്. അല്ലെങ്കിൽ ഇമാം സുന്നത്താണ്, മഅ്മൂം ഫർദാണ്. അങ്ങനെ ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും നിസ്കാരങ്ങളിലെ നിയ്യത്തുകൾ വ്യത്യാസപ്പെട്ടാൽ അതിൽ തെറ്റില്ല. അതാണ് സഹീഹായ അഭിപ്രായം. ഈ ഹദീസുകൾ അതിന് തെളിവാണ്. നോക്കൂ, മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിസ്കാരം വർദ്ധിപ്പിച്ചു. ഈ നിസ്കരിച്ച ആ ആളുകൾക്ക് ഇമാമായി നിന്നപ്പോൾ നിസ്കാരം ദീർഘിപ്പിച്ചു. നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചില്ല, മറിച്ച് മുആദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ തിരുത്തുകയാണ്. മുആദ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരനായ സഹാബിമാരിൽ ഒരാളാണ്. യാ മുആദ് ഇന്നി ലഉഹിബ്ബുക്, ഓ മുആദ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബിയാണ്. സഹാബിമാരിൽ ഏറെ വിജ്ഞാനമുണ്ടായ സഹാബിയാണ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തുകയാണ് ചെയ്തത്. ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അമ്മ അഹദുകും الناس فليخفف നിങ്ങളിൽ ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായി നിന്നാൽ ഫലിയുഖഫിഫ് അവൻ നിസ്കാരം ചുരുക്കട്ടെ കാരണം فإن فيهم الصغير والكبير والضعيف والمريض അവൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടാകും ചെറിയ കുട്ടി ഉണ്ടാകും പ്രായമേറിയ ആളുണ്ടാകും ദഈഫ് ദുർബലനായ ആളുണ്ടാകും വൽ മരീദ് രോഗി ഉണ്ടാകും അതുപോലെ വദുൽ ഹാജ ആവശ്യക്കാരുണ്ടാകും എവിടെയെങ്കിലും പോകാൻ ഉള്ള അല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യമുള്ള ആളുണ്ടാകും ഫൈദാ സല്ല വഹ്ദഹു ഫലിയുസല്ലി കൈഫ ശാ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഫലിയുത്തിൽ സലാത്തഹു മാ ശാ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ ദീർഘിപ്പിച്ചു കൊള്ളട്ടെ പക്ഷെ ഇമാമായി നിൽക്കുമ്പോൾ എന്തു ചെയ്യുക ചുരുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുമാരോട് പറഞ്ഞിരിക്കുന്നു നോക്കൂ നിങ്ങൾ എത്ര എളുപ്പമാണ് ഈ ദീൻ ഇതെത്രത്തോളമാണ് ആളുകളെ പരിഗണിച്ചിട്ടുള്ളത് ആർക്ക് ദീനോട് ആളുകൾക്ക് ഇഷ്ടമുണ്ടാകണം ദീനോട് ആളുകൾക്ക് വെറുപ്പുണ്ടാകരുത് ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇമാമാണ് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം അൻത ഇമാമുഹും നീ അവരുടെ ഇമാമാണ് വഖ്തദി ബിഅദ്അഫിഹിം നീ ആരെ പരിഗണിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനായവനെ പരിഗണിച്ച് നിസ്കരിക്കുക ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം ചുരുക്കുമ്പോൾ ആരെ പരിഗണിക്കണം കാരണം എല്ലാവരും ഉണ്ടാവുമല്ലോ പിന്നിൽ ചില ആളുകൾ പറഞ്ഞു എല്ലാവരും ശക്തരായ നല്ല ആരോഗ്യമുള്ള കുറേ നിൽക്കാൻ താല്പര്യമുള്ള ആളുകളാണ് എങ്കിലോ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് കാണാം എന്നാലും അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം നിസ്കാരം തുടങ്ങിയാലായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാധു കയറി വരുന്നത് ഒരു രോഗിയോ അല്ലെങ്കിൽ ഒരു വൃദ്ധനോ ഒരു ഗർഭിണിയോ മുലയൂട്ടുന്ന സ്ത്രീയോ അവരൊക്കെ ജമാഅത്തിന് വന്നേക്കാം അതുകൊണ്ട് അവരിൽ ഏറ്റവും ദുർബലനെ നീ പരിഗണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർ നിസ്കാരം ചുരുക്കുക നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്യുക ചുരുക്കുക എന്ന് പറഞ്ഞാൽ റുക്നുകളും വാജിബുകളൊന്നും പാലിക്കാതെ കോഴി കൊത്തുന്ന പോലെ കൊത്തലല്ല മറിച്ച് അത് പൂർത്തിയാക്കലുമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം മാ സല്ലൈതു വറാഅ ഇമാമിൻ ഖത്തു അഖഫ സലാതൻ വലാ അതമ്മ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നിസ്കാരം ചുരുക്കുകയും അതേസമയം നിസ്കാരത്തിൽ പൂർത്തീകരണം ഉണ്ടാക്കുകയും അതായത് പരിപൂർണമായ അർത്ഥത്തിൽ നിസ്കരിക്കുകയും ചെയ്യുന്ന വേറൊരു ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിച്ചിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ചുരുക്കിയത് അതോടൊപ്പം പരിപൂർണമാണ് അതിൽ കുറവുകളില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കോട്ടങ്ങൾ വരുത്തിയിട്ടില്ല അദ്ദേഹം പറയുന്നു വഇൻ കാന ല യസ്മഉ ബുകാ അസ്സബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കും ഫയുഖഫിഫു മഖാഫത അൻ തുഫ്തന ഉമ്മുഹു നിസ്കാരം ചുരുക്കും എന്തിനു വേണ്ടി ആ ഉമ്മ കുഴപ്പത്തിലാകാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിൻ്റെ ഉമ്മ പ്രശ്നത്തിലാകാതിരിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ചുരുക്കുമായിരുന്നു والله تعالى أعلم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته